4-5 വർഷങ്ങൾക്ക് മുമ്പ് 24-ലെ ഒരു പ്രൈം ടൈം ചർച്ച. പിന്നെ താങ്കൾക്ക് ഒരു വിചാരമുണ്ട്, താങ്കൾ നിലവാരത്തിന്റെ ഒട്ടകപ്പുറത്ത് ഏറിയിരിക്കുന്ന ആളാണ് എന്നുള്ള വിചാരം. ഹാഷ്മി ഇപ്പൊ നടക്കാത്ത സ്ത്രീകളുടെ പിന്നാലെ അശ്ലീലം പറഞ്ഞു നടക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന്. ഗോപാൽജിക്ക് 4-5 വർഷം മുന്നേ തന്നെ എങ്ങനെ മനസ്സിലായി? നിങ്ങളാൾ കൊള്ളാലോ, ദീർഘദർശി തന്നെ. 24-ൽ വെച്ചിട്ടാണ് ഈ ചർച്ച ഉണ്ടാവുന്നത്. വ്യക്തിപരമായിട്ട് അയാൾ എന്നെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. ഞാനത് വെറുതെ പറഞ്ഞതല്ല ആ പേര്. പിന്നല്ല, ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ഏത് രണ്ടുപേരും ഉണ്ടല്ലോ, നമുക്കിന്നൊരു ദീപേ സ്ട്രൈക്ക് ആയിട്ട് ആക്ച്വലി എന്താ പരിപാടി? അല്ല, എന്റെ ജീപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങാൻ പോവാം, ഒരു ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി ഒരു സിനിമയ്ക്ക് പോവാം. ഇനി അതും അല്ലെങ്കിൽ ആരും കാണാതെ വേറെ പക്ഷെ ഇപ്പൊ മാധ്യമങ്ങളില് അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ ജ്യോത്സ്യനാണോ? ഞാൻ ജ്യോത്സ്യനായിട്ടല്ല, ഒരു ഇൻഫർമേഷൻ, ഒരു കൂടെ പഠിച്ച അല്ലെങ്കിൽ കൂടെ കോളേജിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഈ പേര് തന്നെ ആ കുട്ടിയാണ് ഇട്ടത്, ഞാനല്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നെ ആക്ഷേപിച്ചപ്പോൾ എന്നാ പിന്നെ ഇത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ശരി, പരാതിക്കാരുടെ ലിസ്റ്റ് അപ്പൊ ഇങ്ങനെയുള്ളല്ലോ. എല്ലാത്തിനും ഉത്തരം പറയാൻ വേണ്ടിട്ട് പാർട്ടി നേതൃത്വം കുറെ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ സതീശേട്ടാ. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ ഞാൻ അത് തന്നെ തിന്നും. അയ്യോ, ഇപ്പഴിങ്ങനെ ഡെസ്പാവല്ലേ? അപ്പൊ ബാക്കി വരുന്ന പരാതികൾക്കൊക്കെ ആരും മറുപടി പറയുന്നേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ അൺസൈക്കബിൾ സ്നേഹപ്രകടനത്തിനെതിരെ യുവനടിയെ വെളിപ്പെടുത്തൽ നടത്തിയുള്ളൂ. പിന്നീട് അങ്ങോട്ട് പരാതി പ്രവാഹമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അയാൾ വന്ന് മെസ്സേജ് അയക്കുകയും മാത്രമല്ല ബാംഗ്ലൂർക്കും ഹൈദരാബാദും വരാൻ ആവശ്യപ്പെടുകയും എന്താ മോളിസേ, ട്രിപ്പ് മോഡ് ഓണാവുന്ന ഇഷ്ടമില്ല? രാഹുലേട്ടായിയുടെ കയ്യില് പ്ലാൻ ഏതിട്ട് പ്ലാൻ ഇസിട്ട് വരുന്നുണ്ടോ? വേണമെങ്കിൽ നമുക്ക് ഹോട്ടലിൽ റൂം എടുക്കാം. അതല്ലെങ്കിൽ പെൺകുട്ടികൾക്കായി മാത്രം അശ്ലീല മെസ്സേജുകളുടെ വിശാലമായൊരു ഷോറും അദ്ദേഹം നമുക്ക് തുറന്നു തരുന്നതായിരിക്കും. ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. നല്ല കൊക്കര കോഴി, വിവാഹ വാഗ്ദാനം കൊടുത്ത് കുറച്ചു കഴിഞ്ഞ് കുഞ്ഞുഞ്ഞച്ചായിന് ബോറടിക്കുമ്പോ മൂപ്പര് വേറെ കാർഡ് പുറത്തിറക്കും, സൂയിസൈഡ് കാർഡ്. കല്യാണത്തിന് എന്റെ അടുത്ത് നിർബന്ധിക്കരുത് എന്ന് പുള്ളിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം എന്റെ അടുത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നു. ചോദിക്കുന്ന സമയത്ത് നീ ഇതിനകത്ത് ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അയ്യോ അരുതേ, എന്നെ വിവാഹത്തിന് നിർബന്ധിക്കരുതേ. എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്ത് കളയുന്ന രാഹുലേട്ടായി. പിന്നല്ലാണ്ട് രാഹുലേട്ടായി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പെൺകുട്ടികൾക്ക് ആര് സ്നേഹം കൊടുക്കും? രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റൊരാളില്ല, എൻ്റെ സ്നേഹം നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു പരാതിക്കാരിയെയും ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. നല്ല നിലപാട്. ഒരു മിനിറ്റ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ വേവ്ലെങ്ത്തുള്ള വേറെ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി വരുന്നവരെ മോശമായി ചിത്രീകരിക്കുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫേക്ക് അക്കൗണ്ടുകളുടെ കാര്യമല്ലാട്ടോ പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തലമുതിർന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിന്റെയൊക്കെ പിന്നില്? ഇപ്പൊ എന്ത് തോന്നുന്നു ചേച്ചി? കാര്യത്തിലൊന്നും എനിക്ക് മറുപടി പറയാനില്ല, അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. പരാതിക്കാരുടെ ഡ്രസ്സിന്റെ നീളം നോക്കി പോവാൻ ലേശം. ഇതിപ്പോ രാഹുൽ ചെയ്തതും ഇവര് പറയണതും തമ്മിൽ എന്തുട്ടാ വ്യത്യാസം മനസ്സിലാവില്ലല്ലോ. എന്റെ പൊന്നുമോനെ, അല്ലെങ്കിലോ പാർട്ടിക്ക് 8-ന്റെയും 16-ന്റെയും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെയും കൂടി ഒരു കുറവുള്ളൂന്ന് പാർട്ടി പറഞ്ഞിട്ടാണോന്ന് അറിയില്ല. ആദ്യം പറഞ്ഞ കാര്യം മൂപ്പരിപ്പോ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കല് ഞങ്ങളുടെ സംസ്കാരമല്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്താ അതിന്റെയൊക്കെ പിന്നില്? സ്ത്രീകളോടും മാധ്യമങ്ങളോടും ചോദിച്ച രാഹുലേട്ടായി ഇപ്പൊ മനസ്സിലായില്ലേ? എവ്രിവൺ കയ്യേഴ്സ്. ഇപ്പോഴും പരാതികളുടെ വരവിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പാലക്കാട്ടുകാരെ രക്ഷിക്കണോ വേണ്ടിയോന്ന് പാർട്ടി നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ.